പ്രോയ്ക്ക് തന്നെ അറിയായിരിക്കും ആക്രമിക്കുന്നുണ്ട്. അപ്പൊ അവരോട് എന്താണ് ശരിക്കും പറയാനുള്ളത്? ശരിക്കും അവരോട് ഞാൻ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പൊ പടം ഇറങ്ങി, രാവിലെ തന്നെ ഇറങ്ങി, എല്ലായിടത്തും നല്ല അഭിപ്രായമാണ് കേൾക്കുന്നത്. എന്ത് തോന്നുന്നു അത്? സന്തോഷമുണ്ട് ബ്രോ, നല്ല റെസ്പോൺസ് ആയിട്ടാണ് എല്ലാവരും. സാധാരണ ഉള്ളൊരു ത്രില്ലർ സിനിമകളിൽ നിന്ന് ഡിഫറെന്റ് ജോണറിലാണ് പടം എടുത്തിരിക്കുന്നത്. എന്നുവെച്ചാൽ പോലീസിന്റെ വിഷയങ്ങളും കാണിക്കുന്നുണ്ട്, അതിനൊപ്പം ഒരു ഇൻവെസ്റ്റിഗേഷൻ പോകുന്ന രീതിയിലാണ്. അങ്ങനെ ഒരു സിനിമ സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണം? ഇപ്പൊ എന്താ പറയാ, പോലീസ് പ്രൊസീജിയേഴ്സ് നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. നമ്മൾ ആ ഫോർമാറ്റിൽ തന്നെ പോണത്. അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയ റെസ്പോൺസ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇങ്ങനെ പതുക്കെയാണ് ഈ വേൾഡ് എസ്റ്റാബ്ലിഷ്മെന്റിലാണ് ടൈം കൂടുതൽ എടുക്കുന്നത് എന്നുള്ളൊരു സംഭവം. പക്ഷെ ആ വേൾഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്തുകൊണ്ടാണെന്ന് സിനിമ തീരുമാനവർക്ക് അത് മനസ്സിലാവുന്നുണ്ട്. അപ്പോ എനിക്ക് ഇത് ചൂസ് ചെയ്യാനുണ്ടായ റീസൺ എനിക്ക് തോന്നുന്നു അതിന്റെ ഇപ്പൊ എല്ലാവരും സംസാരിക്കുന്ന ക്ലൈമാക്സ് തന്നെ. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഇത് എവിടെ പോയി എത്തുന്നു നമുക്കൊരു പിടുത്തം തരാണ്ടാണ് പോണത്. അതാ ഒരു എൻഡിൽ വന്നപ്പോ എനിക്ക് അതാണ് എനിക്ക് വർക്കായത്. ഒരു പുതുമുഖ ഡയറക്ടർ ആണെങ്കിലും പുള്ളിയുടെ ക്യാമറയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് ഭയങ്കര ഡിഫറെന്റ് സ്റ്റൈലിലാണ് പടം എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പൊ അത് കണ്ടപ്പോ പ്രോ കണ്ടിട്ടുണ്ടാവില്ല, എന്ത് തോന്നി ശരി? എനിക്ക് തോന്നുന്ന ഒരു നല്ലൊരു വർക്കായിട്ടാണ് തോന്നിയത്. ഇപ്പൊ ക്യാമറമാൻ ആണെങ്കിലും ഒരു വിഷൻ ഉണ്ട്, ചുമ്മാ എടുക്കുന്നതല്ല, അവർക്കൊരു കറക്റ്റ് ധാരണയിൽ എടുക്കുന്നതായിട്ട് തോന്നി. ഒരു ഇരുത്തം വന്ന മേക്കിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഓഡിയൻസ് ആണ് പറയേണ്ടത്. ബ്രോ ഇതുവരെ ചെയ്ത ക്യാരക്ടറിന് കുറച്ച് എൻ്റർലി ഡിഫറെന്റ് ആയിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ പോലീസിലാണെങ്കിലും ഒരു ആദ്യമായിട്ടൊരു പോലീസ് വേഷത്തിലേക്ക് വരുന്ന ഒരു സട്ടിൽ ആയിട്ടുള്ള ക്യാരക്ടറാണ്. എല്ലാവരും ആ ക്യാരക്ടറിൽ എങ്ങനെ എത്ര എഫോർട്ട് ഉണ്ടായിരുന്നു ശരിക്കും? ആ ക്യാരക്ടറിനോടുള്ള എഫേർട്ട് എന്ന് പറഞ്ഞാൽ ആ ക്യാരക്ടറിനെ മനസ്സിലാക്കാൻ ഉള്ള ഒരു സംഭവം ഉണ്ടല്ലോ. അതായത് അയാളൊരു പാവമാണ്, പിന്നെ അയാളുടെ നിവൃത്തിയേട് കൊണ്ട് അയാൾക്ക് ഒരു പോയിന്റിലേക്ക് മാറേണ്ടി വരുന്ന, അല്ലെങ്കിൽ ഒരു അഗ്രസീവ് ടോണിലോട്ട് മാറേണ്ടി വരുന്ന ഒരാളാണ്. അതാണ് ആ ക്യാരക്ടറിന്റെ ഒരു പ്രത്യേകത. അതായത് ഒരു എന്താ പറയാ, വൾണറബിൾ ആണ് അയാൾ. മറ്റേ അമാനുഷികനായിട്ടുള്ള ഒരു പോലീസുകാരനല്ല. എന്തെങ്കിലും ഒരു പ്രഷർ വരുമ്പോൾ അത് താങ്ങാൻ പറ്റാതെ ആവുന്നതും, അല്ലെങ്കിൽ അതിൽ അയാൾ കരകയറാൻ വേണ്ടി ഏതൊരു സാധാരണക്കാരെ പോലെ ശ്രമിച്ച് ഈ കേസ് തെളിയിക്കുന്ന, അല്ലെങ്കിൽ കേസ് കണ്ടുപിടിക്കേണ്ടി വരുന്ന ഒരാളാണ്. അതുകൊണ്ട് ബാക്കി സിനിമ കാണുന്നവർക്ക് അത് മനസ്സിലാവും എന്താണ് ഈ ക്യാരക്ടറിനും എന്താണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത്. ശരിക്കും പോലീസ് വേഷങ്ങൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും വെല്ലുവിളി ഉണ്ടോ ശരിക്കും സാധാരണ ക്യാരക്ടറിന്റെ അപ്പുറത്ത്? വെല്ലുവിളി ഉറപ്പായിട്ടും. ഇപ്പൊ നമ്മള് അതൊരു ഒഫീഷ്യൽ സ്വഭാവമുള്ള ക്യാരക്ടേഴ്സ് പൊതുവെ ഞാൻ അങ്ങനെ ഒരു ആളല്ല. ഇപ്പൊ ഞാൻ അതിന് അങ്ങനത്തെ ഒരാളാകാനായിട്ടുള്ള ഒരു ശ്രമം നടത്തിയിട്ടാണ് ഇത്തരം ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്. അതായത് ഒരു ഭയങ്കര ക്രിസ്പായിട്ട് സംസാരിക്കുന്ന, സെന്റൻസുകൾ കംപ്ലീറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒഫീഷ്യൽ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ തന്നെ പ്രോസസ്സ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് തന്നെ ഇച്ചിരി ഷാർപ്പായിരിക്കും, കുറച്ച് ക്ലീൻ ആയിരിക്കും കാര്യങ്ങൾ, നമ്മുടെ ഡ്രസ്സിങ്, ബിഹേവിയർ എല്ലാം കുറച്ച് ഷാർപ്പായിരിക്കും. ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല പേഴ്സണലി. അപ്പൊ അതിൽ നിന്ന് മാറുന്ന ഒരു ടാസ്ക് ഉണ്ടല്ലോ, അത് ചെയ്യാറുണ്ട്. നമ്മളാണെങ്കിൽ രാവിലെ സിനിമ കണ്ടാണ്. സാധാരണ ഈ സിനിമ എന്ന് വെച്ചാൽ സ്ലോ പേസിൽ തുടങ്ങി അങ്ങനെ വേറെ ഡിഫറെന്റ് ഇതിലേക്ക് പോകുന്ന പടമാണ്. പക്ഷേ ഒരു കണ്ടിറങ്ങി എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴും ഒരു ചെറിയ വിഭാഗം ആൾക്കാർ ഇപ്പോഴും നെഗറ്റീവ് പറയാനായിട്ട് സോഷ്യൽ മീഡിയയിലുണ്ട്. അവരെ കുറിച്ച് എന്താ പറയാനുള്ളത്? അത് അവരെ പറ്റി നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം അവര് ഏതെങ്കിലുമൊക്കെ പ്രോജക്റ്റിനും നമുക്ക് കാണാം നെഗറ്റീവായിട്ട് വരുന്നത്. നമ്മൾ പക്ഷെ മെജോറിറ്റീനെ നോക്കിയാൽ മതി എന്ന് തോന്നുന്നു. എനിക്ക് മെജോറിറ്റി ഈസ് ആക്ച്വലി ഹാപ്പി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോ നമ്മളൊരു 10 എടുത്താൽ 8 നല്ലത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെനിക്ക് തോന്നുന്നു ഒരു സിനിമയുടെ വിജയം തന്നെയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അധികം ആൾക്കാരിലേക്ക് എത്താനുണ്ട് സിനിമ, ഉറപ്പായിട്ട്. അല്ല, ഷെയ്ൻ നിഗം എന്ന് പറഞ്ഞ ആക്ടറിന്റെ സിനിമകൾ വരുമ്പോൾ മാത്രം ഒരു ടിപ്പിക്കൽ ഒരു വിഭാഗം ആൾക്കാർ ഇപ്പോഴും നെഗറ്റീവ് പറയും. നമ്മൾ കാണുന്നതാണ്. നമ്മൾ സിനിമയുടെ പുറകെ കാലങ്ങളായിട്ട് നടക്കുന്ന ആൾക്കാരാണ്, മീഡിയ ആയിട്ട് നിൽക്കുന്നവരാണ്. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെടുന്ന പടങ്ങളാണെങ്കിൽ ഒരു വിഭാഗം ആൾക്കാർ ഇപ്പോഴും പ്രോയ്ക്ക് തന്നെ അറിയായിരിക്കും ആക്രമിക്കുന്നുണ്ട്. അപ്പൊ അവരോട് എന്താണ് ശരിക്കും പറയാനുള്ളത്? ശരിക്കും അവരോട് ഞാൻ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? അവരത് ചെയ്തോണ്ടേയിരിക്കും. ഇനിയിപ്പോ ഞാൻ അവരോട് ചെയ്യല്ലേ എന്ന് പറഞ്ഞാലും ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തോന്ന് പറഞ്ഞാലും ചെയ്യും. അപ്പൊ അവര് ചെയ്തോണ്ടേയിരിക്കും. എനിക്ക് വേറെ ഒന്നും അവരോട് പറയാൻ അറിയില്ല. എനിക്ക് പറയാനുള്ള ഓഡിയൻസിനോടാണ്. അത് നിങ്ങൾ കണ്ട് വിലയിരുത്തുക എന്നുള്ളതാണ്. റിവ്യൂവേഴ്സ് ചിലപ്പോൾ അവര് മനഃപൂർവ്വം ചെയ്യണമാണോന്നുമില്ല, ചിലപ്പോ അറിയില്ല, അത് വാട്ടെവർ. ചിലപ്പോൾ അവരുടെ മൂഡ് കൊണ്ടായിരിക്കും, ചിലപ്പോ അവരും ഒരു ചെറിയ വിഭാഗമായിരിക്കാം. അപ്പൊ അവരുടെ മാത്രം ഒപ്പീനിയനിൽ നിങ്ങൾ സിനിമ സെലക്ട് ചെയ്യരുത്, കാണണോ വേണ്ടതെന്ന്. നിങ്ങൾ കണ്ട് വിലയിരുത്തുക. ജെന്യുവിനായ റിവ്യൂസ് നിങ്ങൾ സ്പ്രെഡ് ചെയ്യുക. ഉറപ്പായിട്ടും ഒരു റിവ്യൂ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്ന റിവ്യൂ ഇട്ടാൽ
അപ്പോൾ നിങ്ങളുടെ അത്രയും ഫ്രണ്ട്സും ഫാമിലിക്കും മനസ്സിലാക്കി ഇതൊരു നല്ല പടമാണ്. അങ്ങനെയാണ് ഇത് സ്പ്രെഡ് ആവുള്ളൂ. ഇപ്പൊ അതല്ലാതെ എനിക്ക് ഓഡിയൻസ് അല്ലാതെ വേറൊരു PR പരിപാടി ഒന്നും ഇല്ല. എനിക്കിതിപ്പോ അങ്ങനെ ഒരു വേറൊരു ലെവലിലേക്ക് അങ്ങനെ ആണെന്ന് കാണിക്കാനൊന്നും, അതൊക്കെ ഒരുപാട് സാമ്പത്തികമായിട്ടും ഒക്കെ അല്ലാണ്ട് വേറൊരു പരിപാടിയാണ് ബേസിക്കലി. ഒരുപാട് മുടക്കൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ നമ്മൾ കാണിക്കണമെങ്കിൽ. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു ഓഡിയൻസ് നാച്ചുറലായിട്ട് വരുന്നുണ്ട്, കണ്ടവർ ഹാപ്പിയാണ്. അതാണല്ലോ ബേസിക്കലി വേണ്ടത്. ഇനി കാണാൻ വരുന്ന പ്രേക്ഷകരോട് എന്താ പറയാ? നിങ്ങൾ കാണുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു 2 മണിക്കൂർ 8 മിനിറ്റ് നിങ്ങളെ പ്രോപ്പറായിട്ട് എൻഗേജ് ചെയ്യിപ്പിക്കും. ഒരു ത്രില്ലർ സിനിമയിൽ നിങ്ങൾക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാമോ അതെന്തായാലും ഈ സിനിമയിൽ നിന്ന് കിട്ടും എന്നുള്ളത് തന്നെയാണ്.